നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി അറിയിക്കുന്നുണ്ട് PV അൻവർ. വിപിൻ സി വിജയൻ ആ വാർത്തകൾ വെച്ചിരുന്നു. വിപിൻ, ജോയിയുടെ പേരായിരുന്നു ആദ്യം മുതൽ തന്നെ PV അൻവർ പരസ്യമായി തന്നെ മുന്നോട്ടേക്ക് വെച്ചത്. ഷൗക്കത്തിന്റെ പേര് കേട്ടു തുടങ്ങുമ്പോൾ മുതൽ ചില അതൃപ്തികൾ പറയുന്നുണ്ട് PV അൻവർ. അത് പരസ്യമാക്കുന്നുണ്ടോ? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അത് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു പല വാക്കുകളും. കാരണം സ്ഥാനാർത്ഥിയുടെ ഒപ്പം ഉണ്ടാകുമോ എന്ന PV അൻവറിനോടുള്ള ചോദ്യത്തിന് ആദ്യം സ്ഥാനാർത്ഥി വരട്ടെ എന്നുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. വിജയസാധ്യത മാത്രമാണ് മുന്നിലേക്ക് ആദ്യം കാണേണ്ടത് എന്നുള്ളതും അദ്ദേഹം പറയുന്നു. ഒരു കുത്തിത്തിരികിയുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല നിലമ്പൂരിൽ വരേണ്ടത് എന്ന് തന്നെ പറഞ്ഞു. അതായത് അങ്ങനെ മത്സരിക്കേണ്ടവർക്ക് വേറെയും മത്സരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും അത് ആര്യടൻ ഷൗക്കത്തിനോട് ഉള്ള ഒരു എതിർപ്പ്, ഒരു അതൃപ്തി അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മുന്നണി പ്രവേശനം ഇതുവരെ നടക്കാത്തതിൽ അണികൾക്കിടയിലും അതുപോലെ തന്നെ PV അൻവറിനും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ട്. അത് UDF പ്രധാനമായും കാര്യത്തിൽ എടുത്തിട്ടുമില്ല. കാരണം ഇതൊരു സഹകരണം ഉണ്ടാകുമെന്നുള്ള പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുന്നണിയുടെ ഒരു പ്രവേശനം ഉണ്ടാകുമെന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് കരുതിയത്, പ്രത്യേകിച്ച് PV അൻവർ കരുതിയത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരു സഹകരണം എന്നതിലേക്ക് മാത്രം അത് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ആദ്യം മുതൽ പറയുന്ന VS ജോയിയുടെ പേര് അല്ല എന്നുള്ളത്, ആര്യടൻ ഷൗക്കത്തിൻ്റെ പേരാണ് ഇപ്പോൾ മുന്നിലേക്ക് നിൽക്കുന്നത്, മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് ആ ഒരു ഒറ്റ പേരിലേക്ക് UDF എത്തിയിരിക്കുന്നു എന്നുള്ള ഘട്ടം വന്നപ്പോൾ കൂടിയാണ് തൻ്റെ അതൃപ്തി ഇപ്പോൾ PV അൻവർ കുറച്ചുകൂടി വ്യക്തമായിട്ട് അത് മുന്നോട്ട് വയ്ക്കുന്നത്.